ഹായ് എവരി വൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഹൗ ടു പ്രിപ്പയർ ഫോർ ഇഗ്നോ എക്സാമിനേഷൻ അല്ലേ. നമുക്കറിയാം ഇഗ്നോ വീണ്ടും എക്സാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം എക്സാം വരുന്നത് 12th ജൂണിനാണ്. നേരത്തെ 2nd ജൂണിനായിരുന്നു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ആ ഒരു എക്സാമിന് ഞാൻ മനസ്സിലാക്കുന്ന ഓൾമോസ്റ്റ് 22 ഡേയ്സോളം ഇനിയും എക്സാമിന് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾ ഇഗ്നോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇഗ്നോ ഓഫർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ വളരെ ബൾക്കായിട്ട് മാറാറുണ്ട് അല്ലേ. നമുക്ക് കാണാം 3 മുതൽ 6, 7 ബ്ലോക്കുകൾ വരെ ഓരോ കോഴ്സിനും ചില സാഹചര്യത്തിൽ ചില കോഴ്സുകൾക്ക് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പം ഇത്രയും ബൾക്കായിട്ട് വരുന്ന ഓരോ ബ്ലോക്കിനും ഓരോ ടെക്സ്റ്റുകളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അല്ലേ. അപ്പം ഈ ഇത്തരത്തിൽ വരുന്ന ബൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ഏത് കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഗ്നോ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നേച്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. ചില കോഴ്സുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും 100% ക്വസ്റ്റ്യൻസും വരുന്നത് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്യണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ വായിക്കാതെ, റീഡ് ചെയ്യാതെ, കവർ ചെയ്യാതെ മറ്റ് മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല അല്ലേ. എന്നാൽ അതേ സമയത്ത് ചില ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിൽ നിന്നും ഔട്ട്സൈഡ് ആയിരിക്കും, പുറത്തുനിന്നായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ പാസ്സാകാൻ സാധിക്കും അല്ലേ. അപ്പം ഈ 2 രൂപത്തിൽ വരുന്ന, ഇതുകൂടാതെ ചില ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കും ഹൈബ്രിഡ് ആയിരിക്കും. 2 രൂപത്തിൽ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ടെക്സ്റ്റ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് എന്നുള്ള ജനറലായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് ആ ഒരു കോഴ്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ടെക്സ്റ്റ് എന്നാണോ അതല്ല ടെക്സ്റ്റിൻ്റെ ഔട്ട്സൈഡ് എന്നാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് VEGLA 135 അല്ലേ. ഒരു ഇംഗ്ലീഷ് പേപ്പറാണ്, ജനറൽ പേപ്പറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ വരുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് കാണാം സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഒരു സഹായവും കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. ഫസ്റ്റ് നമുക്ക് കാണാം റീഡിങ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനാണ് അല്ലേ. റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്കറിയാം പാസേജ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും, അത് നോക്കി ആൻസർ ചെയ്യുക അല്ലേ. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ലൈവ് ഡ്യൂറിങ് പാൻഡമിക് അല്ലേ. അപ്പം ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിൽ ഈ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ടെക്സ്റ്റിൻ്റെ സഹായം കൂടാതെയും ഇത്തരം ടോപ്പിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. മറ്റൊന്നാണ് ഫോംസ് ഓഫ് വേർബ് അല്ലേ. യൂസ് ദി കറക്റ്റ് ഫോംസ് ഓഫ് വേർബ്സിലെ വേർബിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിക്കാം. ഇത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കണമെന്ന ആവശ്യമില്ല, അല്ലാതെയും നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. മറ്റൊന്നാണ് യൂസ് ദി കറക്റ്റ് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ അല്ലേ. അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ആർട്ടിക്കിൾസ് അല്ലേ. കറക്റ്റ് ആർട്ടിക്കിൾ സെൻറ്റൻസിൽ ഉപയോഗിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ അഡ്വേർബ്സ് അല്ലേ. അഡ്വേർബ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ സഹായം കൂടാതെ തന്നെ, സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സഹായം കൂടാതെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം റൈറ്റ് എ 7 or 8 ഡയറി എൻട്രീസ് അല്ലേ. ഡയറി എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് സാധാരണ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഹെൽപ്പ് കൂടാതെ തന്നെ എഴുതാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ടെക്സ്റ്റ് അല്ലേ, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് ജനറലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെന്ന്
സാരം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് കോഴ്സുകളിലായിരിക്കും. ഓക്കെ, അപ്പം മറ്റ് കോഴ്സുകൾ നിങ്ങൾ അലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സുകളും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐഡൻറ്റിഫൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്, അല്ലേ? അപ്പം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മൊത്തം എത്ര ബ്ലോക്കുകൾ വരുന്നുണ്ട് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലേ? നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എക്സാമിന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ? അപ്പം അതിൽ 1-2 ബ്ലോക്കുകൾ ബുക്കുകൾ വായിച്ചുകൊണ്ട് ബാക്കിയുള്ള ബ്ലോക്കിൽ എന്താണ് പഠിക്കാനുള്ളത് എന്ന് പോലും നമ്മൾ അറിയാത്ത ചില സാഹചര്യങ്ങൾ വരാറുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര ബ്ലോക്കുകളാണ്, ആ ഓരോ ബ്ലോക്കും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക, അല്ലേ? ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ കാണാൻ സാധിക്കും, ഈ സോഷ്യോളജി BSOC 131-ൻ്റെ ടോട്ടൽ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കുകളുടെ നമ്പറും ബ്ലോക്കിൻ്റെ നെയിമുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അല്ലേ? അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ദി അതർ സോഷ്യൽ സയൻസ്, അല്ലേ? മൂന്നാമത്തതാണ് ബേസിക് കോൺസെപ്റ്റ്സ്, അല്ലേ? അപ്പം ഈ ഒരു ബ്ലോക്ക് നമ്മൾ നോക്കുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ഹോളിസ്റ്റിക് ഐഡിയ ഉണ്ടാവും, അല്ലേ? അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ 1-2 ബ്ലോക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കവർ ചെയ്യുള്ളൂ. കാരണം അതിന് മാത്രം സമയം നമുക്ക് അവൈലബിൾ ആവുള്ളൂ, അല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ 1-2 ബ്ലോക്കുകൾ, അതിൽ തന്നെ 1-2 യൂണിറ്റുകൾ മാത്രം പഠിച്ചു പോകും, അല്ലേ? അപ്പം ബാക്കിയുള്ള മൊഡ്യൂൾസിൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്ന ഒരു രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യം 2-3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഏതൊക്കെ ബ്ലോക്കാണ്. അപ്പം നമുക്ക് ഈ ബ്ലോക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 3 മേജർ ടോപ്പിക്കാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? ഈ ടോപ്പിക്ക് 3 ഏതൊക്കെ? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസ്, അല്ലേ? അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ബ്ലോക്കിൽ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ടോപ്പിക് 2 നേച്ചറും സ്കോപ്പും സോഷ്യോളജിയുടെ, രണ്ടാമത്തത് സോഷ്യോളജിയുടെ റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസ്. ഏതൊക്കെ നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് ഏതൊക്കെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി തമ്മിൽ റിലേഷൻസ് ആയിരിക്കും, അതുപോലെയുള്ള മറ്റ് സോഷ്യൽ സയൻസുമായിട്ട് റിലേഷനാണ് സംസാരിക്കുന്നത്, അല്ലേ? ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബേസിക് കോൺസെപ്റ്റ്, സോഷ്യോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ ഏതൊക്കെ, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ഐഡിയയും ഇവിടെ നമ്മൾ ഇത്തരത്തിൽ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു സ്കോപ്പും നേച്ചറും നോട്ട് ചെയ്ത് വെക്കുക, അല്ലേ? അതോടൊപ്പം ഒരുപാട് എക്സ്പ്ലനേഷൻ, അഡീഷണൽ എക്സാമ്പിൾസും എക്സ്പ്ലനേഷനും ഒക്കെ ഇഗ്നോ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസ് ഡീറ്റെയിൽ ആയിട്ട്, കാരണം അത് സെൽഫ് സ്റ്റഡി മെറ്റീരിയലാണ്, അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും, ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെ വേണോ ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അത്രയും ആ കാര്യങ്ങൾ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞ നേച്ചറും സ്കോപ്പും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. നേരത്തെ റിലേഷൻസ് ഏതൊക്കെ ആയിട്ടാണ് റിലേഷൻസ് വരുന്നത്, ഏതൊക്കെ മറ്റ് ബ്രാഞ്ചസ് ആണ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, ഇങ്ങനെ കുറേ അതർ സോഷ്യൽ സയൻസുകൾ, അതും നമ്മൾ റിലേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബേസിക് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് അതും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചൊരു ഹോളിസ്റ്റിക് ഐഡിയ ഉണ്ടായിരിക്കും. ഏറെക്കുറെ ടോപ്പിക് ഏതൊക്കെ വന്നു കഴിഞ്ഞാലും, കാരണം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഈ ടോപ്പിക്കിൻ്റെ ഏതെങ്കിലും സബ് ടോപ്പിക്കുകളായിരിക്കും എവിടെ എക്സാമിന് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു മെയിൻ ഈ ടോപ്പിക്ക് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ സബും കൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഴുതി പിടിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ടോപ്പിക്ക് കാണാൻ എവിടെ പോയാൽ മതി, ബ്ലോക്ക് നെയിം എടുത്താൽ തന്നെ നമുക്ക് അവിടെ സാധിക്കും. പിന്നെ അതിൻ്റെ ഓരോ സബ് ഈ ടോപ്പിക്കുകളായിരിക്കും എവിടെ വരുന്നത്, ഓരോ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡൈവേഴ്സിഫൈ യുവർ ടൈം ടു ഡിഫറെൻറ്റ് ഈ ടോപ്പിക്സ്, അല്ലേ? നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 1-2 ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിൽ തന്നെ 1-2-3 യൂണിറ്റുകൾ പഠിക്കും, അതിന് നമുക്ക് സമയം ഉണ്ടാവും. അങ്ങനെ ആവരുത്. നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ബ്ലോക്കിനും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം അലോട്ട് ചെയ്യുക, അല്ലേ? നേച്ചർ, സ്കോപ്പ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, സൊസൈറ്റി വിത്ത് അതർ സോഷ്യൽ സയൻസ്, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ടൈം അലോട്ട് ചെയ്ത് വെക്കുക, അല്ലേ? ആ ഒരു ടൈമിനിടയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലാതെ എന്താ സംഭവിക്കുക, നമ്മൾ 1-2 ടോപ്പിക്ക് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പോവും. ആ ചിലപ്പോൾ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരും, ബാക്കി വരുന്ന 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത്തരത്തിൽ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യണം. എല്ലാ കീ ടോപ്പിക്കും നമ്മൾ ആദ്യം കവർ ചെയ്യുക.
ആ കവർ ചെയ്തതിന് ശേഷം മതി സമയമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഇടയിലേക്ക് സബ് ടോപ്പിക്കുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത, ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ ഓഫ് വേർഡ്സ് ആർ ദി മാറ്റർ. അല്ലേ, നമ്മൾ സാധാരണ പറയാറുണ്ട് ക്വാളിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലേ, ക്വാളിറ്റിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാണ്ടിറ്റിയും നമ്പർ ഓഫ് വേർഡ്സും. അല്ലേ, ഓരോ ക്വസ്റ്റ്യൻ്റെയും നേരെ എഴുതിയിട്ടുണ്ടാവും പലപ്പോഴും ആൻസർ ഇൻ 250 വേർഡ്സ്, അല്ലേ, 400 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അല്ലേ, അപ്പം നോക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി, അല്ലേ, പലപ്പോഴും ആളുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ചില ആളുകളൊക്കെ. അല്ലേ, സ്റ്റഡി മെറ്റീരിയൽസ് 1 by 1 ആയിട്ട് യൂണിറ്റുകളൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എക്സാമിന് വേണ്ട രൂപത്തിൽ എഴുതാൻ പറ്റാറില്ല. അത് പല കാരണങ്ങളാവാം. ചില ആളുകൾ ലാംഗ്വേജ് ബാക്ക്വേർഡ് ആയതുകൊണ്ടാവാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അത്രത്തോളം തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലേ, അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട്. അല്ലേ, അപ്പം ഇവിടെ കുറച്ച് പഠിച്ചത് അത്രയും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അല്ലേ, എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഡബിളാക്കി എഴുതാനുള്ള ഒരു സ്കില്ല്, കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഏത് ആൻസർ ചെയ്യുന്ന സമയത്തും അതാണ് ഞാൻ പറയുന്ന എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഈ ടോപ്പിക്കും അതിൻ്റെ മീനിങ്ങും എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഏത് സബ് ടോപ്പിക്ക് വന്നാലും അത് നിങ്ങൾ എഴുതുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അധികം പ്രഷറില്ലാതെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അല്ലേ, അപ്പം കൂടുതൽ മാർക്സ് വാങ്ങണമെങ്കിൽ ഒരു 75% എബോവ് ഒക്കെ നിങ്ങൾ മാർക്ക് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ യൂണിറ്റും ടോപ്പിക് വൈസ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഈ പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം സമയമില്ലാത്തത് കൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമയമില്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റിയുടെ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം മാർക്ക് ടീച്ചേഴ്സിന് ഇടണമെങ്കിൽ എന്ത് വേണം, വേർഡ്സ് വേണം, എഴുതണം. എല്ലാ ക്വസ്റ്റ്യൻസിനും അതിൻ്റേതായ രൂപത്തിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ പൊട്ടത്തരങ്ങൾ എഴുതുക എന്നുള്ളത് ഒരിക്കലും തന്നെ മാർക്സ് കിട്ടാനുള്ളൊരു മാർഗ്ഗമല്ല. അപ്പം എഴുതുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, ഫാക്റ്റ് ആവണം, ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാവണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എഴുതാൻ പാടില്ല. ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാംസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുമെന്നുള്ളതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.